ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു നീതി നടപ്പാക്കിയ ഭരണാധികാരിയാണ്. ഒരാളെ കൊന്നുപോയി. കൊന്ന കൊലയാളിയെ സ്വന്തം മക്കള് തന്നെ കയ്യോടെ പിടിച്ചു. കൊല നടന്നു പോയിട്ടുണ്ട്, കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം സ്വന്തം ബാപ്പയാണ് കൊന്നതെങ്കിലും കൊല്ലുന്ന സമയത്ത് കണ്ടാൽ അവന്റെ കൈപിടിച്ച് വെച്ച് രക്ഷപ്പെടുത്താം, അവനെ പിടിക്കാം, അവനെ കൈപിടിച്ച് രക്ഷപ്പെടുത്താം, അവനുമായി പോരാട്ടം നടത്തി അവനെ തിരിച്ചയക്കാം. അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ അവൻ മരിച്ചു പോവുകയാണെങ്കിൽ ഉത്തരവാദി അവനാണ്, ഇപ്പുറത്തുള്ള ആളുകളല്ല. കൊല്ലുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട കൊന്നു കഴിഞ്ഞാലോ, കഴിഞ്ഞാൽ ബാപ്പയാണ് കൊന്നത്, മക്കളാണ്. മക്കൾ എന്ത് ചെയ്തു? പകരം കൊന്നില്ല. അതെന്ത്? പകരം കൊല്ലാൻ പാടില്ല. ബാപ്പയെ കൊന്നവനെ പകരം കൊല്ലാൻ ഈ മക്കൾക്ക് പാടില്ല. പിന്നെ 5 ചെയ്യണം. ഇസ്ലാമിന്റെ നിയമമുണ്ട് അവിടെ. ആ നിയമം കോടതിയിൽ ഹാജരാക്കണം. അദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ ഹാജരാക്കി. ഈ മക്കൾ പകരം കൊന്നിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വിചാരണ ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരാൾ പറയുമ്പോഴേക്കും സ്വീകരിക്കല. ഇവര് വിചാരണ ചെയ്തിട്ടല്ലേ കോടതി തീരുമാനം പറയാം. എല്ലാ ഭാഗവും കേട്ടി സാക്ഷി വിസ്താരം നടത്തിയിട്ടല്ലേ. അല്ലെങ്കിൽ ഈ കൊന്നവൻ സമ്മതിക്കണം, ഞാൻ കൊന്നു സമ്മതിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു വിചാരണ ചെയ്തു. ഈ പ്രതി പറഞ്ഞു, ഞാൻ കൊന്നിട്ടുണ്ട്, ഇവരെ ബാപ്പയെ ഞാൻ കൊന്നിട്ടുണ്ട് എന്നവൻ സമ്മതിച്ചു. സമ്മതിച്ച സ്ഥിതിക്ക് അവനെ കൊല്ലാൻ വിധിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവനെ കൊല്ലാൻ വിധിച്ചു. അല്ലെങ്കിൽ പിന്നെ ഈ മക്കൾ മാപ്പ് കൊടുക്കണം. മക്കൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. മാപ്പ് കൊടുത്താൽ അവിടെ ഇസ്ലാമിന്റെ നിയമം എന്താണ്? മാപ്പ് കൊടുക്കലാണ് പുണ്യം, പകരം കൊല്ലലല്ല പുണ്യം. മാപ്പ് കൊടുക്കലാണ് പുണ്യം. മാപ്പ് കൊടുക്കുന്നതാണ് പുണ്യം. അങ്ങനെ മാപ്പ് കൊടുത്താൽ അദ്ദേഹത്തെ കൊന്നതിന് പകരം 100 ഒട്ടകം പകരം നഷ്ടപരിഹാരമായി കൊടുക്കാൻ നിയമമുണ്ട്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മാപ്പ് കൊടുക്കാൻ മക്കൾ തയ്യാറല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലാൻ വിധിച്ചു. കൊല്ലാൻ വിധിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നെ കൊല്ലുന്നതിന് എനിക്ക് തടസ്സം ഇല്ല, കൊന്നോളൂ, പക്ഷേ 3 ദിവസം എനിക്ക് അവധി തരണം. അത് എന്റെ ചെറിയ മക്കളുണ്ട്, ആ മക്കൾക്ക് ജീവിക്കാനുള്ള ധനം ഞാനൊരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. അതെന്റെ നാട്ടിൽ പോയി എടുത്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നോളൂ, ഞാൻ കുറ്റക്കാരനാണ്. റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നെ ഇപ്പൊ അങ്ങനെ അങ്ങ് വിട്ടാ നീ തിരിച്ചു വന്നില്ല, എന്താ ചെയ്യാ? ഇന്നത്തതുപോലെ ഉള്ള ടവർ പരിശോധിച്ചിട്ട് ആളെ കണ്ടെത്താൻ കഴിയുന്ന കാലമൊന്നല്ല. എങ്ങനെ നീ തിരിച്ചു വന്നില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും തിരിച്ചു വരും. അങ്ങനെ വിടാൻ പറ്റില്ല, ഒരു ജാമ്യക്കാരൻ വേണം. ആരെങ്കിലും ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കോ? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ജാമ്യം കൊടുക്കാം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചു. 3 ദിവസം കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു വരേണ്ട, കോടതിയിൽ ഹാജരാകേണ്ട സമയമായി. കോടതി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ വന്നു. എല്ലാരും വന്നു, പക്ഷേ പ്രതി മാത്രം വന്നില്ല. പ്രതി എത്തിയില്ല, കൊന്ന ആള് കൊലയാളി എത്തിയില്ല. അവസാനം കാത്ത് അവസാന നിമിഷം ഈ ജാമ്യത്തിൽ നിന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഓടിക്കതച്ച് വരുന്നുണ്ട് ആ പ്രതി. അദ്ദേഹം വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ ഹാജരായി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നീ തിരിച്ചു വരാതെ അതേ പോക്ക് പോയെങ്കിൽ നിനക്ക് കൊലയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു, നീ എന്തിനു വന്നു? അദ്ദേഹം പറഞ്ഞു, ഖശീതു അൻ യുഖാല, ഞാൻ ഭയപ്പെട്ടു. എന്താണ് ഭയപ്പെട്ടത്? ആളുകളൊക്കെ പറയും
എന്ത് പറയും? ذهب أهل الوفاء بالعهد. കരാർ പാലിക്കുന്ന ഒരൊറ്റ മനുഷ്യരും ഇപ്പോഴില്ല. മുസ്ലിം ഉമ്മത്ത് മുഴുവനും കരാർ ലംഘിക്കുന്നവരായി എന്ന് ആളുകൾ പറയും. അത് എന്റെ സമുദായത്തിന് ഭീഷണിയാണ്, എന്റെ സമുദായത്തിന് നാണക്കേടാണ്. ഞാനൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്റെ സമുദായം മൊത്തം പ്രതികൂട്ടിലാകും. അതുകൊണ്ട് ഞാൻ എന്റെ തല പോയാലും തരക്കേടില്ല. ചെയ്ത തെറ്റിന് വേണ്ടിയുള്ള ശിക്ഷയല്ലേ, അതിനാൽ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ദർ ഗിഫാരി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ? അബൂ ദർ ഗിഫാരി തങ്ങൾ പറഞ്ഞു, എനിക്ക് പരിചയമില്ല. പരിചയമില്ലാത്ത ആൾക്ക് നിങ്ങൾ എങ്ങനെ ജാമ്യം കൊടുത്തു? നിങ്ങൾ കൊടുക്കൂലേ? അബൂ ദർ ഗിഫാരി തങ്ങൾ പറഞ്ഞു, ഖശീതു അൻ യുഖാല, ഞാൻ ഭയപ്പെട്ടു ജനങ്ങൾ മുഴുവനും പറയൂലേ, ലഹബ അഹ്ലുൽ മുറുവത്തി വൽ കറം, ലോകത്ത് ഇപ്പോൾ മാന്യതയുള്ള വ്യക്തിത്വമുള്ള ഒരാൾ കുടുങ്ങിയാൽ അയാൾക്കൊരു ജാമ്യം കൊടുക്കാനെങ്കിലും തയ്യാറാകുന്ന മാന്യന്മാരാരും ഇപ്പോൾ ലോകത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമുദായത്തിനൊരു കുറവല്ലേ? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. നമ്മൾ ഒട്ടാകെ സംസ്കാരം പോയി ഇന്ന് വരാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും കേട്ടപ്പോൾ കൊല്ലപ്പെട്ട പിതാവിന്റെ മക്കൾ അവര് പറഞ്ഞു, അഫൗനാ അൻഹു യാ അമീറൽ മുഅ്മിനീൻ. ഉമർ ഇബ്നുൽ ഖത്താബ്, ആ കൊലയാളിക്ക് നമ്മൾ മാപ്പ് കൊടുത്തു, അയാളെ കൊല്ലണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ മാപ്പ് കൊടുക്കാൻ കാരണം? അവര് പറഞ്ഞു, ഖശീന യുഖാല, ഞങ്ങളും ഭയപ്പെടുകയാണ്, ആളുകളൊക്കെ പറയൂലേ, ഇപ്പൊ എല്ലാരും പകരം ചെയ്യണമെന്ന ആ ഒരു വാശിയിലാണ്. മാപ്പ് കൊടുക്കുന്ന മനുഷ്യന്മാരൊന്നും ഇപ്പോൾ ഇല്ല എന്ന് ജനങ്ങൾ നമ്മളെ സമുദായത്തെ കുറ്റം പറയൂലേ? അതുകൊണ്ട് അത് വേണ്ട, മാപ്പ് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ വെറുതെ വിടുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്യുന്നതമായ ഒരു സ്വഭാവമാണ് മാപ്പ് കൊടുക്കുക എന്നത്. ആ മാപ്പ് കൊടുക്കൽ നബിതങ്ങൾ തന്നെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പുലർത്തി കാണിച്ചു തന്ന നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വാളൂരി പിടിച്ചു നിന്നിട്ട്, ആര് നിങ്ങളെ തടയും, ഞാൻ വെട്ടിയാലെന്ന് ചോദിക്കുമ്പോ അല്ലാഹ് എന്ന് മറുപടി പറഞ്ഞു. 3 തവണ അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു. 3 തവണയും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. നബിതങ്ങൾ മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോൾ അവിടെ പല റിപ്പോർട്ടുകളുമുണ്ട്. ഇതേ വിധത്തിൽ തന്നെയുള്ള 2 സംഭവങ്ങളുണ്ട്. ഒന്ന് ദഅസൂറിന്റെ സംഭവമുണ്ട്, മറ്റൊന്ന് ഉവൈറിസ് ബിൻ ഹാരിസിന്റെ സംഭവമുണ്ട്. അത് രണ്ടും 2 സംഭവങ്ങളാണ്. അതിൽ വ്യത്യസ്തമായ പല റിപ്പോർട്ടുകളുമുണ്ട്. അതൊക്കെ കൂടി കൂട്ടിക്കുഴച്ച് പലരും അതാ തെറ്റിദ്ധാരണയിൽ പെട്ടുപോകരുത്. ഇപ്പോൾ ഞാനത് വിശദമായി പറയുന്നില്ല. ഏതായാലും ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, വലം യുആഖിബുഹു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാം, വലം യുആഖിബുഹു. ആ വാളും ഊരിപ്പിടിച്ചു വന്ന് നബിതങ്ങളെ ഭീഷണിപ്പെടുത്തിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണുപോയി. ഒരു പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം നെഞ്ഞിന് തട്ടി, അദ്ദേഹം മറിഞ്ഞു വീണിട്ടാകാം. ഹബീബ് നബിതങ്ങളൊന്നും ചെയ്തിട്ടാണെന്ന് അവിടെ കാണുന്നില്ല. ഏതായിരുന്നാലും ശരി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വീണപ്പോൾ നബിതങ്ങൾ ആ
വാളിങ്ങോട്ട് എടുത്തു. എന്നിട്ട് നിന്നെ ഇപ്പോൾ ആര് തടയും? ഞാൻ വെട്ടിയാൽ എന്നെ ആര് തടയും എന്ന് ചോദിച്ചപ്പോൾ കുൻ ഖൈറ ആഖിദ്, ഈ വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി നിങ്ങളാകണമെന്ന് പറഞ്ഞതായി ബുഖാരിയിലല്ലെങ്കിലും മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരുണ്യം നോക്കണം. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. നബി തങ്ങൾ സ്വർഗ്ഗത്തിൽ കടത്താൻ വേണ്ടി വന്ന നേതാവാണ്. എല്ലാവരെയും സ്വർഗ്ഗത്തിലെത്തിക്കലാണ് അവിടുത്തെ അധ്വാനം. അതിനുവേണ്ടിയുള്ള അധ്വാനമാണ്. അവിടുന്ന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളെ സ്വർഗ്ഗത്തിലെത്തിക്കാനാണ്. അങ്ങനെ സ്വർഗ്ഗത്തിലെത്തിക്കുമ്പോൾ എന്നിലേക്ക് വാള് ചൂണ്ടിയ, എന്നെ വെട്ടാൻ വാള് ചൂണ്ടിയ മനുഷ്യരെയും സ്വർഗ്ഗത്തിലെത്തിക്കണമെന്നാണ് നബി തങ്ങൾ ചിന്തിക്കുന്നത്. അതൊരു വല്ലാത്ത കാരുണ്യമല്ലേ? അവിടുന്ന് ചോദിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. എന്താണ് നിങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ കളിച്ച ആൾക്കാർ ശ്രദ്ധിക്കും, എന്റെ വേദ വെക്കൂല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുമോ? സ്വർഗത്തിന്റെ മെമ്പർഷിപ്പാണത്. ആ മെമ്പർഷിപ്പ് എടുക്കുമോ എന്നാ ചോദിക്കുന്നത്. എന്നെ വെട്ടാൻ വന്നാളല്ലേ, അയാൾ നരകത്തിൽ കിടന്നോട്ടെ എന്നല്ല നബി തങ്ങൾ ചിന്തിക്കുന്നത്. എന്നിലേക്ക് വാള് പൊക്കിയ ആളല്ലേ, അയാൾ നരകത്തിൽ കിടക്കട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. ഇതൊരു വല്ലാത്ത കാരുണ്യത്തിന്റെ മനസ്സല്ലേ? റഹ്മത്തുൽ ലിൽ ആലമീൻ. നിങ്ങളൊന്ന് ഷഹാദത്ത് കലിമ ചൊല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, അതിനൊന്നും ഞാനില്ല, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലൂല. പക്ഷേ വലാകിൻ വാഹിദുക, ഞാൻ നിങ്ങൾക്കൊരു കരാറ് തരാം. എന്തേ? ഞാൻ നിങ്ങളോട് കരാറ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പോരാടൂല, പോരാടുന്നവരുടെ കൂടെ ഞാൻ നിൽക്കൂല. ഞാൻ പക്ഷേ മുസ്ലിമാകൂല. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ഫഖല്ലാ സബീലഹു, അദ്ദേഹത്തോട് വെറുതെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, ഒന്നും പകരം ചെയ്തില്ല. അതുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, വലം യുആഖിബുഹു, നബി തങ്ങൾ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല. മറ്റൊരു സ്ഥലത്ത് സുമ്മലം യുആഖിബുഹു, ഇതൊക്കെ കഴിഞ്ഞിട്ട് നബി തങ്ങൾ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല. സഹീഹുൽ ബുഖാരിയിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, ശിക്ഷിച്ചില്ല. എന്തൊരു കാരുണ്യമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിവരമുള്ള ആളാണ്, ഏറ്റവും വലിയ കാരുണ്യമുള്ള ആളാണ്. എല്ലാവരോടും കാരുണ്യമാണ്, എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയാണ്. ആ ചിന്തയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന റബീഉൽ അവ്വൽ. ധാരാളം നബി തങ്ങളുടെ മദ്ഹ് പറയണം, ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, ധാരാളം നബി തങ്ങളുടെ മൗലിദ് ഓതണം. എല്ലാ ഓരോ വീടുകളിലും മൗലിദ് ഓതണം, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് നടക്കണം. മൗലിദിന് ചെറിയ ആള് ആരുമില്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യയും മക്കളും ഇരുന്ന് മൗലിദ് ഓതണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ ഹബീബിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മാനവികത പൊക്കിപ്പിടിച്ചുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അവിടുന്ന് പഠിപ്പിച്ചതെന്താണ്? ഏതൊരു പച്ചയായ കരലുണ്ടോ അവിടെയെല്ലാം പ്രതിഫലമുണ്ട്. എവിടെയാണ് ആ ഹദീസ് വന്നത്? സുബ്ഹാനല്ലാഹ്. വെറും ഐനുൻ നജസായ നായ, ആ നായക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി നായക്കൊരാള് വെള്ളം കൊടുത്തതിനാൽ അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടുപോയി, സ്വർഗത്തിന് കാരണമായി എന്ന വിഷയം പറയുമ്പോ
നായക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ പ്രതിഫലം കിട്ടോ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞതാണ്, പച്ചയായ കരളുള്ള ഏത് ജീവിക്ക് എന്ത് നല്ലത് ചെയ്തു കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്. ഈ ഹദീസല്ലേ സഹോദരന്മാരെ, അമുസ്ലിമീങ്ങൾക്ക് നമ്മൾ ധർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടുമോ? പ്രത്യേകിച്ചും ഹർബിയായ അമുസ്ലിമിന് നമ്മൾ ധർമ്മം ചെയ്താൽ കൂലി കിട്ടുമോ? പോലുള്ള ഇമാമിങ്ങൾ പറഞ്ഞില്ലേ, അത് അമുസ്ലിമിന് ധർമ്മം ചെയ്താലും പടച്ചവന്റെ അടുക്ക കൂലി കിട്ടും. വലൗ ഹർബിയൻ, ഹർബിയാണെങ്കിലും അവന് ധർമ്മം ചെയ്താൽ കൂലി കിട്ടും. ഈ ഹദീസാണ് അതിന് തെളിവായി ഇമാമികൾ രേഖപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ മാനവികത, ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ശത്രുതയില്ല. അതെ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കുന്നു, നീതി കൊണ്ട് കൽപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നീതി. ഞങ്ങളുടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പാനൂർ മേഖല എന്നൊരു ഭാഗമുണ്ട്. പാനൂർ, സുബ്ഹാനല്ലാഹ്, അവിടെ ചിലപ്പോ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാളെ വേറൊരു പാർട്ടിയിൽപ്പെട്ടവർ കൊല്ലും. കൊന്നതാരെ, ഒരു ഉദാഹരണം പറയാണ്, കൊന്നതാരെ, കൊന്നത് എ എന്ന് പറയുന്ന ആളെ. ആരാ കൊന്നത്? ബി പാർട്ടിയിൽപ്പെട്ട ആള്. എ പാർട്ടിയിൽപ്പെട്ടവനെ കൊന്നു. എ പാർട്ടിയിൽപ്പെട്ട ആരെയാ കൊന്നത്? എ പാർട്ടിയിൽപ്പെട്ട കെ, അയാളെ കൊന്നു, കെ. അതിന് ബി പാർട്ടിയിൽപ്പെട്ട എച്ചിനെ പോയിട്ട് കൊല്ലുക, അല്ലെങ്കിൽ സെറ്റിനെ പോയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊന്നവനല്ല, വേറൊരുത്തനെ. പരിശുദ്ധ ഇസ്ലാമിൽ അത് പറ്റൂ? കൊല്ലാത്ത വേറൊരുത്തരെ പകരം കൊല്ലാൻ പറ്റും. അത് തന്നെ കൊല്ലണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കി കോടതി വിധിച്ചിട്ടേ കൊല്ലാൻ പറ്റുള്ളൂ എന്നാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്. അങ്ങനെ ത്വഫേ പറഞ്ഞത്, അങ്ങനെ എല്ലാ കിതാബിലും പറഞ്ഞത്. ഏതോ ഒരുത്തൻ മറ്റേതോ ഒരുത്തനെ കൊന്നതിന് വേറെ ഏതോ ഒരുത്തനെ പകരം കൊല്ലുക, അത് നീതിയാണോ? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, നിങ്ങളൊരു വിഭാഗത്തോടുള്ള വിദ്വേഷം കൊണ്ട് അനീതി പ്രവർത്തിക്കരുതേ. കൊന്നവനെ അല്ലാത്ത വേറെ ഒരാളെ പകരം കൊല്ലാൻ ഇസ്ലാം അനുവദിക്കൂല. അത് പച്ച ഹറാമാണ്, തെറ്റാണ്. ഓ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ശരീഅത്ത് ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ഇതുപോലെ നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അംഗീകരിക്കൂല. എന്തേ? കോടതിയിൽ ഹാജരാക്കി കോടതി വിചാരണ ചെയ്ത് വിധിക്കണം. വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ ഒരിക്കലും ഒരു രാജ്യത്തും സമാധാനം ഉണ്ടാകൂല. കുഴപ്പം തന്നെ, കുഴപ്പം തന്നെ. അതല്ലേ സിറിയയിൽ സംഭവിക്കുന്നത്, അതല്ലേ യമനിൽ സംഭവിക്കുന്നത്, അതല്ലേ അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നത്, അത് തന്നെയല്ലേ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും നിയമം കയ്യിലെടുത്ത് തമ്മിലടിച്ച് എത്ര മുസ്ലിം രാഷ്ട്രങ്ങളാണ് തകർന്നു പോയത്. എത്ര മുസ്ലിമീങ്ങൾ, പാവപ്പെട്ട കുട്ടികളും ഉമ്മമാരും വയസ്സന്മാരും ഒക്കെയാണ് ഇങ്ങനെ ബോംബിങ്ങനെ വന്ന് വർഷിക്കുമ്പോൾ അതിന്റെ വേദനകൾ സഹിക്കുന്നത്. കാരണം എന്താണ്? വ്യക്തികൾ നിയമം കയ്യിലെടുത്തതല്ലേ. വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കണം. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع വിവരമില്ലാത്ത ആളുകൾ അവരെ തടീച്ചക്കനുസരിച്ച് പലതും പറയും, പലതും ചെയ്യും. അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം, ശരീഅത്തിന്റെ നിയമം അംഗീകരിച്ച് ജീവിച്ചു കൊള്ളണമെന്ന് ഖുർആൻ. ആ ശരീഅത്തിന്റെ നിയമം 100% അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന 12 ആളുകൾ, തങ്ങളും തങ്ങളും അതേ അങ്ങനെയുള്ള മഹാന്മാർ ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യ രാജ്യം മർഹബാ അഹ്ലൻ വസഹ്ലാ, അവർക്ക് തുറന്നു വെച്ച രാജ്യമായി. അവർക്കിവിടെ ഇസ്ലാം ദീനിന്റെ ദഅവത്ത് നടത്താൻ സാധിച്ചു. അവരിവിടെ ഇസ്ലാം ദീന് അവരുടെ ശരീര ജീവിതത്തിൽ പകർത്തി കാണിച്ചപ്പോ ഇതാണ് ശരിയായ മാനവികത, ഇതാണ് ശരിയായ ജീവിതമെന്ന് കണ്ട് മനസ്സിലാക്കിയ
ആളുകൾ കൂട്ടം കൂട്ടമായി നമ്മുടെ മുൻഗാമികൾ ഇസ്ലാമിലേക്ക് വന്നു. അവര് ശരിയായ ആലിമീങ്ങളാണ്, അവര് വിവരമുള്ളവരാണ്, ആ വിവരമനുസരിച്ച് ജീവിതം നയിച്ചവരാണ്, ജനങ്ങളെ ആ ജീവിത രീതി പഠിപ്പിച്ചവരാണ്. ആ ഒരു ജീവിത രീതി ഇവിടെ ഉണ്ടാകണമെങ്കിൽ ആലിമീങ്ങളെ അംഗീകരിച്ച് ജീവിക്കണം. ആലിമീങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടാകണം. ആ ആലിമീങ്ങളെ അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹുവിന്റെ സഹായം വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്നത് അല്ലാഹ് ഏറ്റെടുത്ത കാര്യമാണ്. നമ്മൾ മുത്തഖീങ്ങളാകണം, പൂർണ്ണ മുത്തഖീങ്ങളാകണം. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. സുബ്ഹി ഖളാക്കുന്ന മുസ്ലിമായാൽ പറ്റൂല, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവനായാൽ പറ്റൂല. അതുപോലെ നമ്മളെ നാവ് കൊണ്ട് എല്ലാവരോടും നല്ലത് പറയണം. ഖൂലൂ ലിന്നാസി ഹുസ്നാ, ഖുർആന, ജനങ്ങളോട് നല്ലത് പറയണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയത് കാണാം. അപ്പുറത്ത് യഹൂദിയായാലും നസ്രാനിയായാലും ഏത് മതക്കാരനായാലും നല്ലത് പറയണം. പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, നല്ല വാക്ക് പറയണം. പരിശുദ്ധ ഖുർആനാണ് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വലാ യുലഖ മാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കുറ്റം പറഞ്ഞു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഒരു കൊട്ടയെടുത്തു, ആ കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു. എന്നിട്ട് കുറ്റം പറയുന്ന ആൾക്ക് കൊടുത്തയച്ചു. കുറ്റം പറയുന്ന ആൾക്ക് ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം. അത് കിട്ടിയപ്പോ അയാൾ ചോദിച്ചു, എന്തേ എനിക്കിങ്ങനെ ഈത്തപ്പഴം കൊടുത്തേക്കാൻ കാരണം? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ നിന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഖുർആനോത്തും അങ്ങനെ ഒരുപാട് ആഖിറത്തിലേക്ക് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നീ എനിക്ക് ഹദിയ ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ദുനിയാവിലേക്ക് സമ്പാദിച്ച കുറച്ച് നിനക്ക് അങ്ങോട്ടും ഹദിയ ചെയ്യാൻ വിചാരിച്ചു. ദുനിയാവിലേക്ക് സമ്പാദിച്ചു അങ്ങോട്ട് തരാം. നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ചു വെച്ച കുറെ ഇങ്ങോട്ട് കൊടുത്തയച്ചില്ലേ? എനിക്ക് നിസ്കാരം നോമ്പൊക്കെ എനിക്ക് കൊടുത്തയച്ചില്ലേ? കുറ്റം പറയുമ്പോൾ അങ്ങനെയാ. നമ്മൾ വേറൊരുത്തരെ കുറ്റം പറഞ്ഞാൽ നമ്മളെ നോമ്പ് നിസ്കാരമൊക്കെ അയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഓരോ നിസ്കാരവും നോമ്പൊക്കെ ഇങ്ങനെ. അതുകൊണ്ടാ ഒരു മഹാൻ ഒരിക്കൽ പറഞ്ഞത്, ഞാൻ ഒരാളെ കുറ്റവും പറയൂല, അഥവാ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഉമ്മാൻ്റെത് പറയുന്നത്. അതെന്താ എന്റെ നിസ്കാരം നോമ്പൽ ഉമ്മാക്കല്ലേ കിട്ടിയ പുറത്തു പോകില്ലല്ലോ. അതുകൊണ്ട് ഉമ്മാന്റെ കുറ്റം പറയാന്നല്ല പറഞ്ഞതിനർത്ഥം. അപ്പൊ നമ്മൾ അമലൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ കുറ്റം പറഞ്ഞിട്ട് അവന്റെ പേരിലേക്ക് അവന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഗീബത്ത് പറയുന്നവനാകാൻ പാടില്ല. നമീമത്ത് പറയുന്നവനാകാൻ പാടില്ല. നിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ പറ്റി അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇതേപോലെ ഇവൻ അപ്പുറം പോയി പറയൂ എന്നെ പറ്റി. ഉറപ്പാണ്. നിന്നോട് ഏഷണി പറയുന്നവൻ, പരസ്പരം തെറ്റിക്കാൻ സംസാരിക്കുന്നവൻ നിന്നെ സംബന്ധിച്ച് തിരിച്ചും പറയൂ എന്ന ബോധം നിനക്കുണ്ടാകണം. അവനോട് പറയണം, അയാൾ പറഞ്ഞോട്ടെ, നീ എന്തിനാ നോക്കുന്നു? എനിക്ക് കുറെ നിസ്കാരം നോക്കാൻ കിട്ടിക്കോട്ടെ, നീ എന്തിനാ ഇല്ലാണ്ടാക്കുന്നത്? പിന്നൊരിക്കലും അവൻ വന്ന പറയൂല. പിന്നെ അവനത് പറയൂല. നമ്മൾ ഏഷണികൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ നേർക്കുനേരെ ജീവിക്കണം. അതാണ് ഇസ്ലാം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത ഖുർആൻ പറഞ്ഞ എന്താണ്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. നബിതങ്ങൾ അല്ലാഹ് പറഞ്ഞേച്ച ആളാണ് നിശ്ചയം. ഖുർആൻ സാക്ഷിയാണ്. ഖുർആൻ അതിന് സാക്ഷിയാണ്. ആ നബിതങ്ങളോട് ആരും വിരോധം വെക്കേണ്ടതില്ല. കാരണം ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം.
അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെയുള്ള ജീവിത രീതിയിൽ ആ പന്ഥാവിൽ നയിക്കുന്ന ആളാണ്. ഒരു വളവുമില്ല, ആക്രമമില്ല, നീതിയില്ല. എല്ലാവരും നന്നാകണമെന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കയിൽ ബാങ്ക് കൊടുത്തിരുന്ന സഹാബിയാണ്. എങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു ഉദ്യോഗം കിട്ടിയതെന്നറിയാമോ? ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. ധാരാളം പട്ടാളക്കാര് കൂടെയുണ്ട്. ആ പട്ടാളത്തിൽ ഒരു അമുസ്ലിം സഹോദരനുമുണ്ട്. മുസ്ലിം പട്ടാളത്തിൽ ഒരു അമുസ്ലിം സഹോദരനുണ്ട്. ആ മുസ്ലിം സഹോദരന്റെ പേരാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. അദ്ദേഹത്തിന്റെ ആയുധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് കടം വാങ്ങിയിട്ടുമുണ്ട്. അദ്ദേഹം ഞാനും നിങ്ങളും കൂടെ പട്ടാളത്തിൽ ചേരട്ടെ എന്ന് പറഞ്ഞപ്പോ അതിന് സമ്മതവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബിതങ്ങൾക്ക് വർഗീയതയില്ല. നബിതങ്ങൾ സഫ്വാൻ ഇബ്നു ഉമയ്യയെ മുസ്ലിം പട്ടാളത്തിൽ അംഗമാക്കിയിട്ടുണ്ട്. ചരിത്രമാർക്കും നിഷേധിക്കാൻ കഴിയൂല. ഒരിക്കലും ഹബീബ് നബിതങ്ങളുടെ പേരിൽ ആരും വർഗീയത ചുമത്തണ്ട. മുസ്ലിം സമുദായത്തെ ആരും വർഗീയ സമുദായമായി കാണുകയും വേണ്ട. ഇസ്ലാം എന്താണെന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ഓ സഹോദരന്മാരെ, ആ യുദ്ധം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പട്ടാളത്തിന്റെ കൂടെ വരുന്ന സമയത്ത് അബൂ മഹ്ദൂറ പറയാണ്, ഞങ്ങൾ കുറച്ച് യുവാക്കൾ ഇസ്ലാമിന്റെ വിരോധികളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും വെറുപ്പുള്ള ആള് മുഹമ്മദ് നബിയാണ്. വലിയ വെറുപ്പാണ് അദ്ദേഹത്തോട്. അങ്ങനെ ഞങ്ങൾ യുവാക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളത്തിൽ നിന്ന് ഒരാൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടു. ബാങ്കിനോടും എനിക്ക് വലിയ വെറുപ്പാണ്, നബിയോടും വെറുപ്പാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പരിഹസിച്ചിട്ടൊരു ബാങ്ക് വിളിക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നി, സ്വീപ്പാക്കിയിട്ടൊരു ബാങ്ക്. അങ്ങനെ ഞാൻ ഉറക്കെ തിരിച്ച് ഞാനും ഒരു ബാങ്ക് വിളിച്ചു. സ്വീപ്പാക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ചതാണ്. ബാങ്ക് വിളിച്ച് കഴിയുമ്പോഴേ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിൽ നിന്ന് നബി തങ്ങൾ ഒരാളെ പറഞ്ഞേക്കുന്നു, ആ ചെറുപ്പക്കാരെ മുഴുവനും കൂട്ടിക്കൊണ്ടുവരണം. ആ സൈന്യം അങ്ങനെ തന്നെ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിലെത്തിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഉറക്കെ ശബ്ദിച്ച് ബാങ്ക് വിളിക്കുന്നത് കേട്ടത്? എല്ലാവരും പറഞ്ഞു ഞാനാണ്. എല്ലാവരും എന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചു. അവർ പറഞ്ഞു നേരാണ്, ഞാൻ തന്നെയാണ് ഉറക്കെ ബാങ്ക് വിളിച്ച് സ്വീപ്പാക്കിയത്. അപ്പ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ പോയിക്കോളി, ഈ കുട്ടി ഇവിടെ നിന്നോട്ടെ. സുബ്ഹാനല്ലാഹ്, എന്നെ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് എന്നോടെന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് ബാങ്കിന്റെ വാചകം പറഞ്ഞു തരാം, നീ ഒന്ന് ബാങ്ക് വിളിക്കൂ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാചകം ഓരോന്ന് എനിക്ക് പറഞ്ഞു തന്നു. എന്നെ കൊണ്ടൊരു ബാങ്ക് വിളിപ്പിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം വെള്ളി അടങ്ങിയ ഒരു പാത്രം എനിക്ക് പ്രസന്റേഷൻ തന്നു. ആരാണിത്? അബൂ മഹ്ദൂറ. ആരാ? ബാങ്കിനെ പരിഹസിച്ച് ബാങ്ക് കൊടുത്ത ആളാണ്. നബി തങ്ങളെ കാരുണ്യം നോക്കണേ. ആ ചെറുപ്പക്കാരനെ ആക്രമിച്ചില്ല, ആ ചെറുപ്പക്കാരനെ അടിച്ചില്ല, ആ ചെറുപ്പക്കാരനെ ശകാരിച്ചില്ല, ആ ചെറുപ്പക്കാരനെ സമീപത്ത് നിർത്തിയിട്ട് കയ്യാഞ്ഞിട്ടല്ല, പട്ടാളം കൂടെയുണ്ട്, യുദ്ധം കഴിഞ്ഞ് വിജയിച്ച് വരികയാണ്, ഇവനെ ഇഞ്ചി കുത്തും പോലെ കുത്താൻ കഴിയും, പക്ഷേ ഒന്നും ചെയ്തില്ല. ഹബീബ് നബി തങ്ങളെ ചെറുപ്പക്കാരനെ കൊണ്ടൊരു ബാങ്ക് വിളിപ്പിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളി അടങ്ങുന്ന ഒരു പ്രസന്റേഷൻ, ഒരു പാക്കറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുപ്പി പോലുള്ള സാധനം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതുകൊണ്ടും നിർത്തിയില്ല. ഈ ചെറുപ്പക്കാരനെ സ്വർഗത്തിലെത്തിക്കണം. ഹബീബ് നബി നിങ്ങൾ പിന്നെ ചെയ്തത് എന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ തലയിൽ കയ്യങ്ങ് വെച്ചു. കൈ ഇങ്ങനെ തടകി മുഖത്തുകൂടി തടകി നെഞ്ചിന്റെ അടുക്കലേക്ക് എത്തി. രണ്ട് മുലയുടെയും അടുക്കടിയിലൂടെ നെഞ്ചിലൂടെ തടകി പൊക്കില് വരെ
കൈകൊണ്ടങ്ങ് തടകിയപ്പോൾ എന്റെ തലച്ചോറിലോ എന്റെ മനസ്സിലോ എന്ത് ദുഷിച്ച വിചാരങ്ങളുണ്ടോ അത് മുഴുവനും അങ്ങ് നീങ്ങിപ്പോയി. പിന്നെ ഈ നബിയേക്കാൾ സ്നേഹമുള്ള ആരും വേറെയില്ല. അതേ നബിയുടെ ആശയത്തെക്കാൾ എനിക്ക് സ്നേഹമുള്ള ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, നബിയെ മക്കയിൽ ബാങ്ക് കൊടുക്കുന്ന ഡ്യൂട്ടി തരുമോ? മക്കയിൽ ബാങ്ക് കൊടുക്കുന്ന ഡ്യൂട്ടി തരുമോ? നബി തങ്ങൾ ആ സമയത്ത് ഓർഡർ ചെയ്യുകയാണ്, മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ അബൂ മഹ്ദൂറ ബാങ്ക് വിളിക്കട്ടെ. അങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിൽ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിലെ ബാങ്ക് വിളിക്കുന്ന സഹാബി ആയത് ചരിത്രമല്ലേ? ഇങ്ങനെ ഒരു കാരുണ്യമുള്ള നേതാവിനെ വെട്ടാൻ വന്നവനെ സ്വർഗത്തിൽ കടത്തണം, പരിഹസിച്ചവനെ സ്വർഗത്തിൽ കടത്തണം. അതിനാവശ്യമായ സൗമ്യമായ പെരുമാറ്റം വേണം, അതിനാവശ്യമായ രൂപത്തിൽ സംസ്കരിക്കണം എന്ന് ചിന്തിച്ച് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ, ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ. ആ നബി തങ്ങളുടെ അനന്തരക്കാരാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ആ അനന്തരക്കാർ ഹബീബ് നബി തങ്ങളുടെ സ്വത്താണ് അവർ അവകാശമെടുത്തത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ കുറെ എസ്റ്റേറ്റുകളുള്ള മുതലാളിമാരുണ്ടാകാം, കുറെ ബിൽഡിങ്ങുകൾ ഉള്ളവരുണ്ടാകാം, അതുപോലെ കുറെ വാഹനങ്ങൾ ഉള്ളവരുണ്ടാകാം. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. നിഅമത്തുകൾ അല്ലാഹു തആല എടുത്തു കളയാതെ അവന്റെ സംരക്ഷണം നൽകട്ടെ. എന്നാൽ ഞാൻ പറയട്ടെ, അതൊക്കെ ഏതൊരാൾക്കും ലഭിക്കാവുന്ന സ്വത്തുക്കളാണ്. അതേ സമയത്ത് അമ്പിയാക്കളുടെ സ്വത്തുക്കൾ എന്താണ്? ഹബീബ് നബി തങ്ങളുടെ സ്വത്ത് എന്താണ്? അത് ഇൽമാണ് കേട്ടോ. ശരിയായ നാഫിആയ ഇൽമാണ് ഹബീബ് നബി തങ്ങളുടെ സ്വത്ത്. ആ സ്വത്ത് അനന്തരം കിട്ടിയവർ വലിയ ബഹുമാനമുള്ളവരല്ലേ? എന്തുകൊണ്ടാണ് എത്രയെത്ര മുതലാളിമാർ ഇവിടെയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. താജുൽ ഫുഖഹാ ഇബ്രാഹിം മുസ്ലിയാർ മരണപ്പെട്ടപ്പോ ഇത്രയും മുഅ്മിനീങ്ങൾ, സാലിഹീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാര്, ഉമറാക്കൾ, സ്ത്രീകൾ, പുരുഷന്മാർ, യുവാക്കൾ ഒരുമിച്ച് കൂടിയത് എന്താണ്? സുബ്ഹാനല്ലാഹ്. എത്രയെത്ര മുതലാളിമാർ ഇവിടെ മരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ടോ? ഇൽമിനോടുള്ള ബഹുമാനമാണ്, ഇൽമിനോടുള്ള ആദരവാണ്, നാഫിആയ ഇൽമാണോ അത് ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും അവരെ ഇൽമിന്റെ ഗുണങ്ങൾ സമൂഹം അനുഭവിക്കുകയാണ്. അതേ ഇബ്രാഹിം ഉസ്താദിന്റെ ശിഷ്യന്മാർ ഇപ്പോഴും ഇൽമു പഠിപ്പിക്കുകയാണ്, അവരെ ശിഷ്യന്മാരെ ശേഷവും അത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഇൽമു നിലനിൽക്കുന്നതിൽ അതാ പണ്ഡിതന്മാർ പങ്കാളികളാവുകയാണ്. അവരെ പിൻതലമുറ ഇങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. താജുൽ ഉലമ വിട്ടു പിരിഞ്ഞു പോയി. താജുൽ ഉലമയിൽ ഇൽമു പഠിച്ച ആളാണ് താജുൽ ഫുഖഹാ. താജുൽ ഫുഖഹയിൽ ഇൽമു പഠിച്ച പല മുദരിസന്മാരും വേറെയുണ്ട്, അവരിൽ നിന്ന് പഠിച്ച മുദരിസന്മാര് വേറെയുണ്ട്. ഇപ്പോഴും താജുൽ ഉലമക്ക് ഖബറിൽ വലിയ വരുമാനമാണ്. അത് ഇൽമിന്റെ വരുമാനമാണ്. താജുൽ ഉലമക്ക് ഇൽമു പറഞ്ഞു കൊടുത്ത ആളാണ് മഹാനായ കണ്യത്ത് ഉസ്താദ്. കണ്യത്ത് ഉസ്താദിന് ഇപ്പോഴും ഖബറിൽ വരുമാനമാണ്. കണ്യത്ത് ഉസ്താദിന് ഇൽമു പറഞ്ഞു കൊടുത്ത അവരുടെ ഉസ്താദുമാരായ ശംസുൽ ഉലമ ഖുത്ബി തങ്ങളാകട്ടെ, അതിന് മുമ്പുള്ള ആലിമീങ്ങളാകട്ടെ, അവർക്കെല്ലാം വലിയ വരുമാനമാണ്. അങ്ങനെ ഏതൊരു ആലിമ് മരിച്ചിട്ടുണ്ടോ, മരിക്കുന്നുണ്ടോ, അവരുടെ വരുമാനം ഖബറിലേക്ക് വളരെ വലുതാണ്. ആ ഇൽമിന്റെ വഴിയിലേക്ക് നമ്മളെ മക്കളെ പ്രവേശിപ്പിക്കാൻ നോക്കണം. മക്കളെ എത്ര ഉണ്ടായാലും ഒരു മകനെങ്കിലും ആലിമാക്കാനുള്ള മനസ്സില്ലാത്തവരായി പോകരുത്. നമ്മളെ ഒരു മകനെങ്കിലും ആലിമാക്കി വളർത്തണമെന്ന ചിന്ത ഓ മുഅ്മിനീകളെ, രക്ഷിതാക്കളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു ആലിമെങ്കിലും നമ്മളെ
വീട്ടിലുണ്ടായാൽ അതൊരു വലിയ ബറക്കത്തല്ലേ? എന്റെ ചെറുപ്പക്കാരായ കുട്ടികളെ, നിങ്ങളും ടെലിഫോണിൽ സമയം നഷ്ടപ്പെടുത്താതെ, ഉള്ള സമയം മുഴുവനും ഈ മൊബൈൽ ഫോണിൽ കളിച്ചു തീർക്കാതെ കിതാബ് നന്നായി പഠിക്കാൻ ശ്രമിക്കണം, നന്നായി ഇൽമു മനസ്സിലാക്കണം, നാഫിയായ ഇൽമു സമ്പാദിക്കണം. ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ ആലിമീകൾക്കേ കഴിയൂ. അതുകൊണ്ട് തന്നെ ആലിമീകൾ ഇൽമു നന്നായി പഠിച്ച്, ഖുർആൻ നന്നായി ഗ്രഹിച്ച്, ഹദീസ് നന്നായി ഗ്രഹിച്ച്, തഫ്സീറുകൾ നന്നായി ഗ്രഹിച്ച്, ഫിഖ്ഹിന്റെയും അഖീദയുടെയും തസവ്വുഫിന്റെയും താരീഖിന്റെയും അഖ്ലാഖിന്റെയും എല്ലാ ഗ്രന്ഥങ്ങളും നന്നായി നോക്കി നല്ല ബൃഹത്തായ ആലിമീങ്ങളായി ഈ ഉമ്മത്തിന് ആലിമീകൾ നേതൃത്വം കൊടുക്കണം. അതിന് ഈ ഭാവി തലമുറയിൽ ഉന്നതന്മാരായ ആലിമീങ്ങൾ ഉണ്ടാകണം. അതിനെന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നിങ്ങൾ എത്ര തന്നെ ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഇൽമു പഠിക്കാൻ നോക്കണം. അവിടെ പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സൽക്കാരത്തിനും, തൊട്ട വീട്ടിലുള്ള എല്ലാ സൽക്കാരത്തിനും, കല്യാണത്തിനും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം പോകാമെന്ന് വിചാരിക്കരുത്. കുറച്ചു കാലം നമ്മൾ അധ്വാനിച്ച് പഠിച്ചാൽ നമുക്ക് വളരെ നന്നായി ഇൽമു ഗ്രഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരും. സൈക്കിൾ പഠിക്കുന്നത് കണ്ടില്ല മോനെ? സൈക്കിൾ പഠിക്കുമ്പോ എങ്ങനെ കേറി ഉടനെ തന്നെ ഓടിയൊക്കെ പോകൂലേ? സൈക്കിൾ പഠിക്കുമ്പോ ഫസ്റ്റ് തന്നെ ഇല്ലില്ല, കുറെ വീഴും, കുറെ മറിയും, വേറെ ആൾ പിടിക്കും. ഒരുപാട് അധ്വാനമുണ്ട് സൈക്കിൾ പഠിക്കാൻ. പഠിച്ചാലോ, ശരിക്കും പഠിച്ചാലോ പിന്നെ ഒരു പ്രശ്നമില്ല. സൈക്കിൾ ഓട്ടി ഇങ്ങനെ പോകുമ്പോ രണ്ട് കൈയും പിടിച്ചിട്ട് സൈക്കിൾ ഇങ്ങനെ ഓടിക്കുന്നുണ്ടാവും, ഒരു പ്രശ്നമില്ല. നീന്തം പഠിക്കുമ്പോഴോ, നീന്തം പഠിക്കുമ്പോ ഒരു കുളത്ത് കൊണ്ടുപോയി എന്നിട്ട് വെള്ളത്തിൽ അങ്ങോട്ടാ നീന്തുവോ? ഇല്ല. പിന്നെ സുബ്ഹാനല്ലാഹ്, കുറെ വെള്ളം കുടിക്കും, പിന്നെ കുറെ കാണുമോ, അപ്പൊ വേറെ ആൾ പിടിക്കും, ഒരാൾ കൈ ഇങ്ങനെ വെച്ച് കുറെ അധ്വാനിച്ച് പഠിച്ച് നീന്തം പഠിച്ചാലോ, പഠിച്ചാൽ പിന്നെ വെള്ളത്തിലേക്ക് ഇങ്ങനെ മലർന്നു കിടന്നാലും നീന്താൻ കഴിയൊരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലേ? ഇതുപോലെ ഇൽമു നന്നായി പഠിച്ച് കിതാബുമായി നന്നായി ബന്ധം പുലർത്തിയാൽ പിന്നെ ഇൽമൊക്കെ താനേ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ മലർന്നു കിടന്ന് നീന്താനാവും. അതിനാദ്യം നന്നായി അധ്വാനിച്ച് പഠിക്കണം, നന്നായി അധ്വാനിച്ച് പഠിക്കണം. നേരെ മറിച്ച് പഠിക്കാതെ നീന്താൻ കഴിയൂല. പ്ലെയിൻ അതിന്റെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ നന്നായി ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, അത് മാത്രം പോരാ, ഏത് സമയത്തും എങ്ങനെ മെസ്സേജുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അതുപോലെ ക്യാമറ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ 100% എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ച് പ്ലെയിൻ ഓടിച്ച് ആ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവരെയും പുറത്തുള്ളവരെയും, അതുപോലെ പ്ലെയിനിനെയും സ്വന്തം ശരീരത്തെയും എല്ലാം സുരക്ഷിതമായി പറപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നവനാണ് പൈലറ്റ്. ഇതുപോലെ ഈ സമുദായത്തിലുള്ള എല്ലാ യുവാക്കളെയും, പ്രായമുള്ളവരെയും, കുട്ടികളെയും, സ്ത്രീകളെയും, കാരണവന്മാരെയും എല്ലാം ഇസ്ലാമിന്റെ ശരിയായ പന്ഥാവിലൂടെ, മുസ്തഖീമായ വഴിയിലൂടെ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ഖുർആൻ പഠിപ്പിച്ച, നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഫാത്തിഹയിൽ പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻഗാമികളുടെ വഴിയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തി സർവ്വജനങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന വലിയ ഉത്തരവാദിത്തമുള്ള പൈലറ്റുമാരാണ് ദീനിന്റെ ആലിമീകൾ കേട്ടോ. ആ ആലിമീകൾ ചിലപ്പോ ഉപദേശിക്കുമ്പോ പ്ലെയിനിൽ കയറിയിട്ട് നിങ്ങളെ മൊബൈൽ ഫോൺ ഓഫാക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡാക്കണം എന്ന് പറയുമ്പോ അതിന് മനസ്സില്ലാന്ന് വിചാരിക്കരുത്, അപകടം വരും. അതുപോലെ തന്നെ പ്ലെയിനിൽ കയറിയിട്ട് ബെൽറ്റ് ഇടണം എന്ന് പറയുമ്പോ ബെൽറ്റ് ഇടാൻ തയ്യാറാകണം.
അപകടം വരും. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും തരുന്ന മെസ്സേജുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർ യാത്ര ചെയ്യുമ്പോഴേ ഈ പ്ലെയിന് കൃത്യമായി പൈലറ്റിന് ഓടിച്ചെത്തിക്കാൻ കഴിയൂ. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ തരുന്ന നിർദ്ദേശം, നമ്മളെക്കാൾ പ്ലെയിനിനെ കുറിച്ച് അറിയുന്നത് അവർക്കാണ്, യാത്രക്കാരെ കുറിച്ച് ബോധമുള്ളത് അവർക്കാണ്, പ്ലെയിൻ ഏത് അപകടത്തിൽ പെടുമെന്നതിനെ കുറിച്ച് ചിന്തയുള്ളത് അവർക്കാണ്. ഇതുപോലെ ഈ സമുദായം എവിടെയാണ് അപകടത്തിൽ പോയി ചാടുന്നതെന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിയന്ത്രിക്കുന്നവരാണ് ആലിമീങ്ങൾ എന്ന ബോധം എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ നമുക്കുണ്ടാകണം കേട്ടോ. അതാണ് ഖുർആൻ പറഞ്ഞത്, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. അറിവില്ലാത്ത ആളുകൾ അവർ നിങ്ങളെ പലതിലേക്കും നയിച്ചു കൊണ്ടുപോകും, അതിൽ പെട്ടുപോകാൻ പാടില്ല. നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ച് ജീവിക്കണം. അതാണ് ഉഖറവിയായ ആലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഹാറൂൻ റഷീദ് രാജാവ് ഒരു രാത്രിയിൽ ഫദ്ലുൽ ബർമക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹചാരിയോട് പറഞ്ഞു, ഇന്നത്തെ രാത്രി എനിക്ക് നിങ്ങളൊരു നല്ല മനുഷ്യനെ കാണിച്ചു തരണം. ഞാൻ ഈ ഭരണാധികാരിയായി ഭരണം നടത്തുന്നു, അതൊക്കെ എനിക്ക് ആകെ മടുത്തിരിക്കുന്നു. എനിക്കൊരു നല്ല മനുഷ്യന്റെ അടുത്ത് പോയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം, അദ്ദേഹത്തിന്റെ നിർദ്ദേശം കേൾക്കണം. അപ്പോൾ ഫദ്ലുൽ ബർമക്കി അദ്ദേഹത്തെ കൂട്ടിയിട്ട് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതന്റെ അടുത്ത് പോയി. പണ്ഡിതന്റെ വാതിലിൽ പോയി മുട്ടി. വലിയ മഹാനാണ്. സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അൻതും, ആരാണത്? അബൂ പറഞ്ഞു, ഹാറൂൻ. പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ. അപ്പൊ ചോദിച്ചു, രാജാവിന് ഇത്ര ബുദ്ധിമുട്ടിങ് വന്നു? നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് വരൂലേ? അപ്പൊ ഹാറൂൻ റഷീദ് പറഞ്ഞു, ഫദ്ലിനോട് കൂട്ടിക്കൊണ്ടുപോയ ഫദ്ലിനോട് പറഞ്ഞു, ഞാൻ ഈ മുസ്ലിയാരല്ലോ. ഞാൻ ആലോചിച്ച് ഇങ്ങനത്തെ മുസ്ലിയാരല്ല എനിക്ക് വേണ്ടത്. അത് എന്നെ ഇങ്ങോട്ട് ഒരു പരിഗണിക്കുന്ന ആള് വേണ്ട, എന്നെ പരിഗണിക്കാത്ത ഒരു പണ്ഡിതനാണ് വേണ്ടത്. സുഫിയാൻ ഒരു വലിയ മഹാനാണ്. ആ മഹാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ശരിയാണ്. പക്ഷെ എനിക്ക് വേണ്ടത് ദുന്യാവിന് വില കൽപ്പിക്കാത്ത, ഞാനൊരു ഭരണാധികാരിയാണ് എന്ന നിലപാടൊന്നും കാണിക്കാത്ത, എന്നെ ഒരു വിലയും വെക്കാത്ത ഒരു പണ്ഡിതനാണ്. അതാണ് ഇദ്ദേഹമല്ല. അപ്പോൾ അവര് സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെയാ പറയുന്നത്. ഇപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൂട്ടി പോയിക്കോളി. അങ്ങനെ ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. വാതിലിന്റെ അടുക്കലെത്തിയപ്പോ ചെല്ലുമ്പോ തന്നെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ ഊതുന്നതാണ് ഹാറൂൻ റഷീദ് കേൾക്കുന്നത്. അം ഹസിബല്ലദീന ജതറഹു സയ്യിആതി أن نجعلهم كالذين آمنوا وعملوا الصالحات. سبحان الله. ഞാൻ പറഞ്ഞില്ലേ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നമ്മളെ മുൻഗാമികളായ മുഅ്മിനീകളില്ലേ, സാലിഹീകളില്ലേ, അവർക്ക് അല്ലാഹു കൊടുത്തൊരു ഇസ്സത്തില്ലേ, അവർക്ക് കൊടുത്തൊരു സ്നേഹമില്ലേ, ഒരാദരവില്ലേ? അതെന്തേ നമുക്ക് കിട്ടാത്തത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അംഹസിബല്ലദീന യജ്തറഹു സയ്യിആത്ത്, തെറ്റുകൾ ചെയ്യുന്ന ജനങ്ങൾ വിചാരിച്ചുവോ, അന്നജഅലഹും കല്ലദീന ആമനു,
വഅമിലു സ്വാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ പോലെ തെറ്റ് ചെയ്യുന്നവരെ നമ്മളാക്കുമെന്ന് വിചാരിച്ചുവോ? ആ വിചാരം ശരിയല്ല. മഹാന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം തെറ്റും കുറ്റവും ചെയ്യുന്നവർക്ക് കിട്ടൂല. ഇത് തന്നെയല്ലേ സഹോദരന്മാരെ ഈ ആഖിറസമാനിലുള്ള നമ്മൾക്ക് സംഭവിച്ചു പോയത്? നമ്മൾക്ക് തീരെ വില വെച്ചില്ല. ഞാൻ സങ്കടം പറയട്ടെ, ഞങ്ങളെ നാട്ടിലൊക്കെ ജോലിക്ക് വരുന്ന കുറെ വടക്കേ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുണ്ട്. പേര് ചോദിച്ചാൽ നജാത്തുള്ള, റഹ്മത്തുള്ള തുടങ്ങിയ നല്ല പേരാണ്. ചോറൊറ്റ നേരം നിസ്കരിക്കൂല. അതെ, അങ്ങനത്തെ ഒരു ദീനീ ബോധം അവർക്കില്ല. ലഹരി ഉപയോഗിക്കുന്നതിനോ കഞ്ചാവ് വലിക്കുന്നതിനോ ഒരു മടിയും പലർക്കുമില്ല. സുബ്ഹാനല്ലാഹ്, വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ കാണുന്ന കാഴ്ച എന്താണ്? അജ്മീറിൽ ചെന്നാൽ കാണുന്നത് എന്താണ്? ഡൽഹിയിൽ ചെന്നാൽ പല മഖ്ബറയിലും കാണുന്നത് എന്താണ്? ആ മഹാന്മാരെ മഖ്ബറയിൽ ചെന്ന് യാസീൻ ഓതുന്നതിന് പകരം, ഖുർആൻ ഓതി സിയാറത്ത് ചെയ്യുന്നതിന് പകരം, അതേ മഖ്ബറയുടെ സമീപത്ത് വഅദ് സംഘടിപ്പിക്കുന്നതിന് പകരം, അവരെ മഖ്ബറയുടെ സമീപത്ത് ദിക്റും സലാത്തും ദുആയും നടത്തുന്നതിന് പകരം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ നടപടികളാണ്. അതിന് പകരം സുബ്ഹാനല്ലാഹ് പലരും പോയി ഖബറിന് സുജൂദ് ചെയ്യുകയാണ്. പച്ച ഹറാമല്ലേ? ഖബറിന്റെ സമീപത്ത് പോയി വീടുരുളുകയാണ്.